വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 ഷോർട്ട് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ബഹിരാകാശത്ത് 1000 ക്യുമുലേറ്റീവ് ദിവസങ്ങൾ ചെലവഴിച്ച ആദ്യ റഷ്യൻ ബഹിരാകാശ യാത്രികൻ ഒലെഗ് കൊനെൻകോ. 20 വർഷത്തിനിടെ MP ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ലോക്സഭാ സ്പീക്കർ ഓം ബിർള. 3 തവണ ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയായിട്ടുള്ള ബഹിരാകാശ യാത്രികയുടെ പേര് സുനിത വില്യംസ്. ഒഡീഷയിൽ MLA ആയ ആദ്യ മുസ്ലിം വനിത ആരാണ്? സോഫിയ ഫിർദൌസ്. കാസ എന്ന ബഹിരാകാശ ഏജൻസി ഔദ്യോഗികമായി ആരംഭിച്ച രാജ്യത്തിൻ്റെ പേര് ദക്ഷിണ കൊറിയ. ഇസ്രായേലി പാസ്പോർട്ട് ഉടമകളുടെ പ്രവേശനം അടുത്തിടെ നിരോധിച്ച രാജ്യം ഏതാണ്? മാലിദ്വീപ്. ഇന്ത്യയിൽ ആദ്യമായി നായയ്ക്ക് വിജയകരമായി ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഭാനുദേവ് ശർമ്മ. DRDOയുടെ കേരളത്തിലെ ഏക ലബോറട്ടറിയായ നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യനോഗ്രാഫിക് ലബോറട്ടറിയുടെ ഡോക്ടറായി ചുമതലയേറ്റത് ദുവ്വൂരി ശേഷഗിരി. കേവറി എ ലോങ് വിൻഡർ ഡിസ്പ്യൂട്ട് ആരുടെ പുസ്തകമാണ്? T രാമകൃഷ്ണൻ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ നിന്നാണ് മൂന്നാം മുന്നണി ആദ്യമായി ഒരു സീറ്റ് നേടിയത്? തൃശൂർ. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 24 വർഷത്തെ ഭരണം അവസാനിച്ച നവീൻ പട്നായിക് ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്? ഒഡീഷ. പാകിസ്ഥാനിലെ ബ്രിഗേഡിയർ പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള വനിതാ ഓഫീസറുടെ പേര് ഡോക്ടർ ഹെലൻ മേരി റോബർട്ട്സ്. ഏത് രാജ്യമാണ് പൗരന്മാരല്ലാത്തവരെ 5 കണ്ണുകളിൽ നിന്ന് സായുധ സേനയിൽ ചേരാൻ അനുവദിക്കുന്നത്? ഓസ്ട്രേലിയ. ബ്ലൂംബർഗിൻ്റെ ആഗോള ശതകോടീശ്വര പട്ടികയിൽ ഏഷ്യയിൽ 1-ാം സ്ഥാനത്തെത്തിയത് ഗൗതം അദാനി. പ്രകൃതിവാതക ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വാക്യ എനർജി ഹേ എന്ന ക്യാമ്പയിൻ തുടക്കം കുറിച്ച സ്ഥാപനം ഗെയിൽ. 2024 ജൂണിൽ അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമായിട്ടുള്ള വ്യക്തി ബാബു രാജേന്ദ്ര പ്രസാദ് ഭാസ്കർ. ഏതു ദിവസമാണ് എല്ലാ വർഷവും ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത്? ജൂൺ 5. ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബ് ചെൽസിയുടെ പുതിയ പരിശീലകനായി നിയമിതനായത് എൽസോ മരസ്ക. അരുണാചൽ പ്രദേശിലെ ജൈവവൈവിധ്യ മേഖലയായ സിയാങ് വാലിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഉറുമ്പ് വർഗം പരപര ട്രക്കിന നീല.